കേരളത്തെയും പ്രവാസ ലോകത്തെയും കണ്ണീരിലാഴ്ത്തിയ കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹവുമായി വ്യോമസേനയുടെ പ്രത്യേക വിമാനം കുവൈറ്റിൽ നിന്ന് പുറപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ കർമ്മ ന്യൂസ് പങ്കുവയ്ക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മുതൽ സങ്കടകരമെന്ന് പറയാം. പല ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ നിന്നും ഗ്രൂപ്പുകളിൽ നിന്നും ഇന്ത്യയ്ക്കും വ്യോമസേനയ്ക്കും എതിരെ വർഗീയ പരാമർശങ്ങൾ ഉയർന്നിരുന്നു. മോദിയുടെ അപ്പനാണോ വിമാനവുമായി പോകുന്നതെന്ന് പോലും പലരും പോസ്റ്റും കമന്റും ഇട്ടു. ഇന്ത്യൻ വിമാനത്തിലല്ല, മരിച്ചവരെ കുവൈറ്റിന്റെ വിമാനത്തിൽ എത്തിക്കുമെന്ന് വീരവാദം മുഴക്കി. ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം കുവൈറ്റിലേക്ക് പോകുന്നതിനെ പോലും വെറുപ്പോടെ പ്രചരണം നടത്തുകയായിരുന്നു ചിലർ. മൃതദേഹങ്ങൾ ഇന്ത്യൻ വിമാനത്തിലല്ല കൊണ്ടുവരുന്നതെന്നും കുവൈറ്റ് വിമാനത്തിലെന്നും പറഞ്ഞ് വലിയ പ്രചരണം ചില തീവ്ര വിഭാഗക്കാർ നടത്തുകയുണ്ടായി. രാജ്യത്തെ സേനയ്ക്കെതിരെയും അവരുടെ രക്ഷാദൌത്യത്തെയും അവമതിപ്പോടെ കാണുകയായിരുന്നു ചിലരെന്നാണ് വിവരങ്ങൾ. ഇപ്പോൾ ഇതാ ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനത്തിൽ മൃതദേഹങ്ങൾ കയറ്റി കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. 45 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ട് വ്യോമസേനയുടെ പ്രത്യേക വിമാനം കുവൈറ്റിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. രാവിലെ 11 മണിയോടെ വിമാനം കേരളത്തിലെ കൊച്ചിയിൽ ഇറക്കിയതിന് പിന്നാലെ ഡൽഹിയിലേക്ക് പുറപ്പെടും. ഇവിടെ എടുത്തു പറയേണ്ടത്, ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി മൃതദേഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള ഇതേ വിമാനത്തിൽ വരുന്നുണ്ട്. മന്ത്രിയായി ചുമതലയേറ്റ ഉടൻ കുവൈറ്റിലേക്ക് കുതിക്കേണ്ടി വന്ന MP കീർത്തിവർദ്ധൻ സിംഗാണ് മൃതദേഹങ്ങൾ കയറ്റിയ അതേ വിമാനത്തിൽ കൊച്ചിയിലേക്ക് വരുന്നത്. പ്രത്യേക വിമാനമോ യാത്രാ വിമാനമോ വേണ്ടെന്നും ഇതേ വിമാനത്തിൽ യാത്ര ചെയ്യുകയാണെന്നും മന്ത്രി തന്നെ തീരുമാനിക്കുകയായിരുന്നു. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച 45 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക IAF വിമാനമാണിപ്പോൾ കൊച്ചിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. കൊച്ചിയിൽ വിമാനമിറക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറും. തുടർന്ന് മന്ത്രിയുമായി ഇതേ വിമാനം ബാക്കിയുള്ള മൃതദേഹങ്ങളുമായി ദില്ലിക്ക് മടങ്ങും. കുവൈറ്റ് അധികൃതരുമായി സഹകരിച്ച് മൃതദേഹം വേഗത്തിൽ സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്നത് ഉറപ്പാക്കുകയായിരുന്നു. വിമാനമിറങ്ങുന്ന കൊച്ചിൻ വിമാനത്താവളത്തിൽ ആംബുലൻസുകൾ സജ്ജമാണെന്ന് ഓൺലൈൻ ദൃശ്യങ്ങൾ കാണിച്ചു. ബുധനാഴ്ച മംഗഫ് നഗരത്തിലെ 6 നില കെട്ടിടത്തിൽ വൻ തീപിടുത്തത്തിൽ 48 പേരാണ് മരണപ്പെട്ടത്. പാർപ്പിട സൗകര്യത്തിലുള്ള 176 ഇന്ത്യൻ തൊഴിലാളികളിൽ 45 പേർ മരിക്കുകയും 33 പേർ ആശുപത്രിയിലാണെന്ന് എംബസി അറിയിച്ചു. ബാക്കിയുള്ളവർ സുരക്ഷിതരാണ് എന്നാണ് റിപ്പോർട്ടുകൾ. കേരളത്തിൽ നിന്ന് 23, തമിഴ്നാട്ടിൽ നിന്ന് 7, ഉത്തർപ്രദേശിൽ നിന്ന് 3, ഒഡീഷയിൽ നിന്ന് 2, ബീഹാർ, പഞ്ചാബ്, കർണാടക, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്ന് ഓരോരുത്തരും വീതമാണ് കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നത്. വ്യാഴാഴ്ച കുവൈറ്റിലെത്തിയ സിംഗ് പരിക്കേറ്റ ഇന്ത്യൻ തൊഴിലാളികൾ ചികിത്സയിലുള്ള 5 ആശുപത്രികൾ സന്ദർശിച്ചു. ആരോഗ്യനില കണക്കിലെടുത്ത് അവരെ ക്രമേണ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ആശുപത്രി അധികൃതരെ ഉദ്ധരിച്ച് എംബസി അറിയിച്ചു. സന്ദർശന വേളയിൽ മന്ത്രി ആദ്യം തന്നെ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സബാഹുമായി കൂടിക്കാഴ്ച നടത്തി. മൃതദേഹങ്ങൾ നേരത്തെ തന്നെ നാട്ടിലെത്തിക്കുന്നതിന് പൂർണ്ണ പിന്തുണയും സഹായവും ഉറപ്പു നൽകി. മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നുവെന്നും ഇരകളുടെ ഐഡന്റിറ്റി സ്ഥിരീകരിക്കാൻ DNA പരിശോധന അടക്കം നടത്തിയെന്നുമാണ് മന്ത്രി പറയുന്നത്. 48 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതായിട്ടാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതിൽ 45 പേർ ഇന്ത്യക്കാരും 3 പേർ ഫിലിപ്പിനോ പൗരന്മാരുമെന്നാണ് അൽ സബ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.